പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ചക്ക കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടപ്പോ ഹൃദയം തകർന്നിട്ടുണ്ട്. ഒരാളും കൂടെ ഓടി വന്നേക്കണു ഓട്ടോറിക്ഷയും കൊണ്ട്. ആരാന്നറിയോ? നമ്മുടെ അരുൺ കോക്കു. ഓട്ടോറിക്ഷ നിറച്ച് ചക്കയായിട്ട്. അത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ വരൂട്ടാ. പിന്നെ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് കുറച്ച് വെട്ടി തിന്നു. ഒരെണ്ണം അതിൽ പഴുത്തുണ്ടായിരുന്നു. അത് വെട്ടി തിന്നിട്ട് ബാക്കി അതിൽ രണ്ടവിടേക്ക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പതേ ഇന്നത്തേക്ക് ഒരെണ്ണം പഴുത്തു. അപ്പൊ ഞങ്ങൾക്ക് മാത്രമായിട്ട് തിന്നാനായിട്ട് പറ്റില്ല. അവിടെ അല്ല ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ടത് വെട്ടി തിന്നാം. പിന്നെ അതിന്റെ കുരു എടുത്തിട്ടൊരു പാചകം. കുരു എടുത്തിട്ട് എന്തിട്ടോ ചെയ്യണം എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് നാളായിട്ട് ആരും കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങണില്ലല്ലോ അല്ലേ? നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വരവും കുറഞ്ഞു മൊത്തത്തില്. ഈ ചക്കര മണ ഈ ചാക്കിയില് സൂപ്പർ കഴിഞ്ഞാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തടല്ല പറിച്ചിട്ടുള്ളൂ. കണ്ട ചക്ക ഒരു പേപ്പർ ഇത് നോക്കിയാ. അല്ല ചേട്ടാ പണിയില്ല. ചേച്ചിയോ? വരൂ. നിലത്തിരുന്നാ മതിയാ? ചക്ക പഴുത്തത് പുല്ലിരുന്നാ മതിയാ? പുല്ലിലിരിക്കാം നമുക്ക്. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഇവിടെ പുല്ലിലിരിക്കാം. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം നമുക്ക്. ഇഷ്ടം പോലെ കത്തിയുണ്ട്. ഇത് പുതിയത് വാങ്ങിച്ചതാന്ന് ഇപ്പോ ഒളികാടിന്റെ. മറ്റേതോ തേഞ്ഞത് അതവിടെ ഉണ്ടോ? ഒരെണ്ണം തേഞ്ഞതായതില് പാവം കത്തി. നിങ്ങളായിട്ട് അതിന് റിട്ടയർമെന്റ് കൊടുക്കണില്ലേ? അപ്പൊ അതായിട്ട് പിരിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് ക്ലിയർ ആവില്ല. അരുൺ കോക്ക് ഇന്നലെ പറഞ്ഞു മുറിക്കുന്ന വിധാണ് പറയുന്നത് കേട്ടാ. കാണിച്ചു തരാം. അവ മുറിച്ച വിധം ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ മുറിക്കണത് ഇതേ അരുൺ കോക്കിന്റെ മുറിക്കണതിന്റെ രീതി വേണ്ട. ഇങ്ങനെ മരല്ലേ? ഈ മരണം ഈ സ്ഥലത്ത് വെളിച്ചെണ്ണ വെക്കട്ടെ. കഴിഞ്ഞു കുപ്പി കുഴപ്പമില്ലല്ലേ ചേച്ചിയെ? ഇനിയും കുഴപ്പമുണ്ടാവില്ല. ഉണ്ടാവും ചിലപ്പോ. വെളിച്ചെണ്ണ ആണ് ചേട്ടനെ? നമുക്ക് തിന്നാൻ പറ്റണത് പറിക്കാം. അപ്പൊ എന്നാ വരട്ടണ്ട? ഞായറാഴ്ച വരട്ടിയാലോ? എന്തെങ്കിലും പരിപാടിയില്ല? ചേച്ചി ഉണ്ടല്ലോ ഇവിടെ. മുട്ടിപ്പലില്ലേ? പാടില്ല. അയ്യോ എന്തൊരു ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റാ. അല്ലല്ലേ? ടേസ്റ്റ് ഉണ്ട്. മധുരം നല്ല മധുരണ്ട്. അതെ ചെറിയ പറയാം അവിടെ ചക്കയുണ്ട് വേണ്ടെന്ന്. അത് കാരണം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ചോള പറിച്ചുകൊണ്ട് പോയിട്ടേ നമുക്ക് നാളെ വരട്ടാം. നാളെ വറ്റപ്പോ പിന്നെ എന്തിനും മറ്റന്നാളിനോട് വറ്റാന്ന് പറയുന്നു. ഇത് രണ്ട് ചക്കയും കൂടി ഇരിക്കല്ലേ പഴുക്കാറായത്? അത് മറ്റന്നാളത്തേക്ക് പഴുക്കും. ഇതിപ്പോ ഇന്ന് മുഴുവൻ കഴിക്കാൻ പറ്റാ. അപ്പൊ എന്ത് ചെയ്യും? ബാക്കി വേവിച്ചേക്കാം. അപ്പൊ ചക്കട ഉണ്ടാക്കാം അല്ലേ? ചേച്ചിയുടെ പല്ലിന്റെ അടിഭാഗം കെട്ടിട്ടാ 2 ട്രിപ്പ് മുറുക്കല് കഴിഞ്ഞു. ചേച്ചി നമുക്ക് അബദ്ധം പറ്റിയില്ലേ? വീഡിയോ കണ്ട ഭാവന വെഡിങ് നല്ല ഡ്രസ്സുകളുണ്ട് ചേച്ചി അവിടെ. വെറൈറ്റി സാധനങ്ങള് ഡിസൈൻ ചെയ്തതൊക്കെ. കല്യാണങ്ങളുണ്ടല്ലോ ഇനിയും. എനിക്ക് 35,000 അത് അതിനധികമല്ല. കാരണം അത്ര ഫിനിഷിങ് എന്റെ വർക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കളറും. നമ്മുടെ നമിതയുടെ കല്യാണം ശരിയായിട്ടാ. നമിതേനെ അറിയാത്തവരുടെ അടുത്ത് പറയാം. ചെറിയേട്ടൻ്റെ ചെറിയച്ചില്ലേ
ചെറിയ അനിയത്തിയില്ലേ പ്രസീതേച്ചി, നമ്മളിവിടെ അന്ന് ബിരിയാണി ഉണ്ടാക്കിയത് പ്രസീതേച്ചിയുടെ മോളാണ് നമിത. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ. അപ്പോൾ അവളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. അതിൻ്റെ എൻഗേജ്മെൻറ്റ് ഏപ്രിലിൽ, കല്യാണം ജനുവരിയിലാണ്, നവംബറിലെ കല്യാണം. അല്ല ഞാൻ സീമോട് പറഞ്ഞ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ പുല്ലിരിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് കടിക്കുമ്പോ നല്ല വേദനയാ. ഒരെണ്ണം പച്ചയാട്ടാ വലിയ ചക്ക അല്ലേ, പച്ചയാന്ന് വിചാരിക്കണു, അതിന് പഴുത്താ വരുന്നു. അപ്പൊ നിങ്ങൾ കൊട്ടി വയ്ക്കില്ലേ, നിങ്ങൾ തട്ടി നോക്കില്ലേ? ഇല്ലേ, ഒരെണ്ണമാണ് മെയിൻ, മൂന്നെണ്ണമാണ് മെയിനിൻ്റെ പഴുത്തത്. ഞായറാഴ്ച വേറെ പരിപാടികളൊന്നും ഇല്ലേ? ഇതുവരെ ഇല്ല അല്ലേ. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് ചോള പറിച്ചാലോ, എന്നിട്ട് വേവിച്ച് വയ്ക്കാം. വർക്ക് ചെയ്തിട്ടുള്ളതേ ചവണിക്ക് ഇതിലിടാ. നിനക്ക് വായിൽ ചവച്ച് വെച്ച് തരാൻ. നിനക്ക് ഇത് നോക്കണേ, എടുക്കാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളോ? അല്ല പിന്നെ അത് പക്ഷേ ഞങ്ങള് ചക്ക പറിച്ച് തിന്ന് മടുത്തു. ബാക്കിയുള്ളത് നല്ല ചേട്ടൻ പറഞ്ഞു ഇവിടെ തന്നെ ഇരുന്ന് വേണമെങ്കിൽ ചുള പറിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യാം പറഞ്ഞു. അപ്പോൾ വരട്ടെ, എന്തായാലും വരട്ടുണ്ട്. ഇനി ഞായറാഴ്ച ഞങ്ങൾ ചക്ക വരട്ടെ, ബാക്കിയുള്ളതും കൂടി അപ്പോഴത്തേക്കും പഴുക്കും. അപ്പോൾ വരട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. ഇനി ഇതിൻ്റെ ചക്കക്കുരു കൊണ്ടുപോയിട്ട് ഞങ്ങൾ പരിപ്പ് വട ഉണ്ടാക്കാൻ പോവാം. വൈകുന്നേരം ഒരു പരിപ്പാട് ഉണ്ടാക്കാൻ പോവാണ്. വൈകുന്നേരം ചക്ക കൊണ്ട് പരിപ്പ് വട ഇല്ലാട്ടാ, പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാ പരിപ്പ് വട, ചക്കക്കുരുവട. ചക്കക്കുരുവട. അതോ ഇതിന്റെ മുളങ്ങി എന്നാ പറയുന്നത്. ഇതിന്റെ ചവുണി തന്നെ നല്ല രസം. ബാക്കിയുള്ള പറിച്ച് ചവുണിയും കുരുവൊക്കെ കളഞ്ഞ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ചേച്ചി വെറുതെ രണ്ടെണ്ണം തിന്നു ചേച്ചിയെ, 2 ചുള വെറുതെ ടേസ്റ്റ് നോക്കാൻ വാ. അപ്പൊ ചക്ക പറക്കൽ കഴിഞ്ഞു. ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ള ഇത് ചവണിയും കുരുവൊക്കെ കളഞ്ഞത് ഇങ്ങനെയൊക്കെ ഇതിന് ഞങ്ങൾ എടുത്തേക്കൂട്ടാ. ഞങ്ങൾ മറ്റന്നാൾ വീണ്ടും വരും. ചക്ക പറിക്കാൻ ഇങ്ങോട്ട് വന്ന പോലെ 2 കാര്യം നടന്നല്ലോ. ഞങ്ങളുടെ ചക്ക തീറ്റയും കഴിഞ്ഞു. ഞങ്ങൾ കുറെ വർത്താനം പറഞ്ഞു. ഷൂട്ട് ചെയ്യാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ വർത്താനം കേൾക്കാമായിരുന്നു. കുറെ തമാശകളൊക്കെ വന്നിട്ടായിരുന്നു. ജഗ്ഗുവിനെ ഷൂട്ട് ചെയ്യാൻ ഏൽപ്പിച്ചത് അവൻ. അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം അവൻ ഇവിടെ നിൽക്കേണ്ടതിലും മനസമാധാനം ഇല്ല. അപ്പം അതൊക്കെ ഇവിടെ ഫോൺ വെച്ചിട്ട് അവൻ പോയി. കടലമാവ് ഇല്ലാണ്ടുള്ളതാണ് ഒരു റെസിപ്പി കണ്ടത്. കടലമാവ് ഉണ്ടാകുമ്പോൾ ഒരു മുരിമുരിപ്പ് കിട്ടും. ചക്കക്കുരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ടിട്ടുണ്ട് അല്ല ചേട്ടാ. ആ അത് ശരി, അപ്പൊ കൊണ്ടുവരാം. പച്ചമുളക് കുറച്ച് പൊട്ടിക്കായിരുന്നു അല്ലേ? അവിടെ ഇല്ലല്ലോ, ഇല്ലല്ലോ. ഉണ്ട്. അപ്പോൾ ചക്കയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടേക്ക് വന്നു. കുറച്ച് സമയമായിട്ടാ. വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലെല്ലാതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വട ഉണ്ടാക്കാൻ പോണത്. ചക്കക്കുരു എടുത്തു. ആ ചക്കക്കുരു കഴുകിയിട്ട് ഇങ്ങനെ എടുത്തു. ഫ്രഷ് ചക്കക്കുരു ആയ കാരണം അതിൻ്റെ പോളങ്ങനെ വെള്ള കളറായിട്ടില്ല. ഇത് വേവിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിപ്പിക്കാം. അതാണ് ആദ്യത്തെ പരിപാടി.
ഇതിൻ്റെ സ്റ്റീം പോയി. ചൂടാറാൻ വേണ്ടിയിട്ടേ പ്ലേറ്റിലേക്ക് മാറ്റിയതാ. തൊലി കളയാണ് കേട്ടാ ചക്കക്കുരുവിടെ. രാത്രിയായി, പാതിരാത്രിയായി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞത് കഴിയില്ല എന്ന് ചേട്ടന് മനസ്സിലായി. അപ്പം ചേട്ടൻ ആദ്യം ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് ഇവിടെ നടക്കുകയായിരുന്നു ക്യാമറയുടെ പിന്നിൽ. അപ്പം ജഗ്ഗുവിനെ ക്യാമറ ഏൽപ്പിച്ച് ചേട്ടൻ ഈ കളറിലുള്ള ഒരു ബനിയൻ എടുത്തിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടൻ വന്നോ മര്യാദക്ക് ക്യാമറയുടെ മുന്നിലേക്ക്. അങ്ങനെ പറ. അതാണില്ല ഇത്ര സമയം ഞാൻ വിളിച്ചിട്ട് വരാണ്ട് നിന്നോടന്നേ. നിങ്ങൾ രണ്ടുപേരും മതി, നീയും ജഗ്ഗും മതി എന്ന് പറഞ്ഞ് നിന്നോടുന്നതിൻ്റെ കാരണം ഞാൻ അതാലോചിച്ചില്ല ചേട്ടാ. ചക്കക്കുരു ഇഷ്ടം അങ്ങനെ പറയാനില്ല, ഇഷ്ടക്കേടുമില്ല, കഴിക്കും. കണ്ണങ്കുളങ്ങരൊക്കെ ചക്കക്കാലായി കഴിഞ്ഞാൽ ചക്കയും ചക്കക്കുരുക്കെ തന്നെയായിരിക്കും. ചക്കക്കുരു മാങ്ങിയും പരിപ്പും. ഞാൻ എവിടെ ചക്കക്കുരു ഇപ്പം കൊണ്ടുവന്നതിൽ ബാക്കിയുള്ളതുകൊണ്ട് നാളെ ഞാൻ പരിപ്പും ചക്കക്കുരും വാങ്ങി വെക്കും. എന്തിട്ട് വരാന്ന് കാണാലോ. എന്താ കഴിച്ച കുഴപ്പം? നീ അത് കഴിച്ച് ചോറുണ്ടോ, കൂട്ടി ചോറുണ്ടോ? പിന്നെ നീ പറയും ഇത് ഇടയ്ക്കിടയ്ക്ക് വെച്ചാ നീ വെക്കാൻ പറയാത്. ചക്കക്കുരും ചെമ്മീനും വെക്കും നമ്മുടെ വീട്ടില് പണ്ട് അമ്മി. ചക്കക്കുരു ചെമ്മീനും വെക്കും, ഉപ്പേരി വെക്കുമല്ലോ. ഉപ്പേരി കൂട്ടാൻ വെക്കുമ്പോ കാച്ചണ മറ്റേ ഇത് കാച്ചില്ലേ, അത് ഞാൻ ഇവിടെ അല്ല ചേട്ടൻ്റെ അവിടെ ചേച്ചി ചെയ്യണതാ കണ്ടേക്കണ കേട്ടാ. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. അല്ല ഒരുവിധം പേരൊക്കെ ചക്കക്കുരു വെക്കും. നമ്മളിപ്പോ സാധാരണ ഒരു കുഞ്ഞൊരു കുടുംബത്തിലേക്ക് ഇപ്പൊ എന്തോരം സാധനം വേണം അല്ലേ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം അല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവണതെന്ന്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഈ ചക്കക്കുരു നമ്മള് പാട്ടത്തിന് പ്ലാവ് എടുക്കും, പാട്ടത്തിന് ഈ കരാറെടുക്കും. ഒരു പ്ലാവിന് 20 രൂപ 25 രൂപയൊക്കെ കണക്കാക്കിയിട്ട് അതിന് കുറേ ചക്കയുണ്ട്, 100 ചക്ക ചക്കര എണ്ണ അനുസരിച്ചാണ് കരാറ് എടുക്കുക. കാശ് കൊടുത്തിട്ട് 20 രൂപ 15 രൂപ 10 രൂപയ്ക്കൊക്കെ ഒരു പ്ലാവ് എടുക്കും. അതിൽ ചക്ക മുഴുവൻ കിട്ടുകൊണ്ടിരാം. അവർക്ക് ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നാടായ നാട് മുഴുവൻ നടന്ന അമ്മാമ്മ സകല പ്ലാവും കരാറെടുത്ത് പോരുന്നിട്ട് എല്ലാ പ്ലാവുമ്പിലും വലിഞ്ഞ് കയറി ചക്ക ഇടേണ്ട പണി അച്ഛനാന്ന്. എന്നിട്ട് പിന്നെ ചക്ക കെട്ടിയിറക്കാനും ഇതിനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചക്കയിലത്തെ ചക്കക്കുരു ഇല്ലേ മുഴുവൻ ഒരുവിധം പേര് ഇപ്പം നമ്മുടെ വീട്ടിലധികം ചക്കക്കുരു ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മുടെ ഈ ചക്കക്കുരൊക്കെ ഈ ഇവിടെ അയലൊക്കെ എല്ലാവരും ഇവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, എടുത്തുകൊണ്ട് പോകും. ഞാൻ ആലോചിക്കണതല്ല, പണ്ട് അണ്ണാറകണ്ണന്മാരും കാക്കിക്കും ഈ കിളികൾക്കൊക്കെ തൊട്ട് തിന്നാൻ കിട്ടുക ഈ വക സാധനങ്ങൾ തന്നെ. ഏത് വക സാധനങ്ങൾ? മടല് വരെ കിട്ടില്ലേ ചക്കേരെ. മറ്റേ മുള്ള് ചെത്തി കളഞ്ഞിട്ട് മടല് അടക്കം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ അവറ്റങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പ്രകൃതി കൊടുത്തിട്ടുണ്ടായിരുന്ന. പ്രകൃതി എന്തുട്ട് കൊടുത്തു? പ്രകൃതി കൊടുത്തൊക്കെ മനുഷ്യന്മാർ തിന്നല്ലേ. അല്ല ഇത്രയ്ക്കധികം എണ്ണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്ലേ പണ്ട്? കുറവായിരിക്കും. എന്നിട്ട് ഈ ചക്കക്കുരൊക്കെ കൊണ്ടുപോയിട്ട് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മൂലയുണ്ട്, വീടിൻ്റെ ഏതെങ്കിലും അകത്തിൻ്റെ മൂല ഒക്കെ ചാണം വൈകി ഇതായിട്ടുള്ള വീടുകൾ ഇതായിരിക്കും, മണ്ണ് പൊത്തിയിട്ടുള്ള വീടില്ല. അതിൻ്റെ മൂലയിൽ ഈ ചക്കക്കുരു മുഴുവൻ കൂമ്പാരം കൂട്ടിയിരും. എന്നിട്ട് മണ്ണ് പൊത്തി വയ്ക്കും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. മണ്ണ് പൊത്തി വെച്ചിട്ട് നല്ല കർക്കിട മാസം മഴക്കാലം ആ സാധനം തുറന്ന് മണ്ണ് മാറ്റിയിട്ട് ഇത്തിരി എടുത്തിട്ട് അടുപ്പിൽ ചൂടാ വറക്ക കപ്പലണ്ടി ചൊറുക്ക അല്ല ചൊറുക്കേ എന്നിട്ട് നായ്ക്കുട്ടിനെ എന്നിട്ട് എങ്ങനെയാ ചെയ്യാന്നറിയോ? എന്നിട്ട് ഇത് ചൂട്ടിട്ടേ ഇത് ചൂട്ടിട്ട് തിന്നണതിനൊരു ശരിയുണ്ട്. എല്ലാ വീടിന് ഇറയുണ്ടായിരിക്കും. ഇറയത്ത് ഇങ്ങനെ മഴ പെയ്യുണ്ടാവും. മഴ പെയ്യുമ്പോൾ കട്ടൻ ചായ ചക്കര കാപ്പി അതും ഈ ഒരു പുതപ്പ് കീറിയ പുതപ്പുകളൊക്കെ ഉണ്ടാവും. ആ പുതപ്പൊക്കെ ഇങ്ങനെ പുതച്ചിട്ട് ഇതിങ്ങനെ ചുട്ട് ഇങ്ങനെ ഇരിക്കല്ല, ഒരു വരിവരിയായിട്ടിരിക്കും. വരിവരിയായിട്ടിരിക്കുക ഇറയത്ത് മഴയും നോക്കിയിട്ട്. അന്ന് വേറെ പണിയൊന്നുമില്ല. അന്ന് അങ്ങനെ മൊബൈലും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സുഖല്ലേ. നല്ല കാലഘട്ടമായിരുന്നു അത്. അങ്ങനത്തെ ഒരു കാലഘട്ടം. സിനിമാ കഥയും എല്ലാവരും പറഞ്ഞിട്ട് അപ്പോൾ വലിയ ചേട്ടന്മാരൊക്കെ തൃശ്ശൂർ സിനിമയ്ക്കൊക്കെ പോയിട്ട് വരും. എന്നിട്ട് അവര് സിനിമയൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് വന്നിട്ട് ഈ കഥകളൊക്കെ പറയും. കടമാസത്തില് കാശിലെല്ലാരേലും പിന്നെ അവിടെ നിന്ന് സിനിമയ്ക്ക് പോകാൻ കാശ് ചേട്ടന്മാരല്ലേ, അവരൊക്കെ സിനിമയ്ക്ക് പോകാൻ കാശ് സംഘടിപ്പിക്കും. വീട്ടുകാരെ നിന്നൊക്കെ വാങ്ങിച്ച് പണിക്ക് പോയിരിക്കില്ലേ, പാർട്ട് ടൈം ജോലിക്ക് പോവില്ലോ പണ്ട്. സിനിമയ്ക്കുള്ള കാശ് വേണം. സിനിമ കാണാത്ത ആളുകളാണ്. സിനിമ പണ്ട് എല്ലാവർക്കും ഭ്രാന്ത് തന്നെയാണ്. പിന്നെ തങ്ങിയ എന്നിട്ട് അവർ സിനിമ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സിനിമകളുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിന്ദി സിനിമ ഷോല സിനിമ, ദി ബേണിംഗ് ട്രെയിൻ,
നമ്മുടെ ഈ വിദ്യാധരൻ്റെ അമ്മയുണ്ട് തങ്കേച്ചി, അവര് സിനിമയ്ക്ക് പോയിട്ട് ഷോലെ സിനിമയാണ് ഇങ്ങോട്ട് കാണാൻ പോയിട്ട് തീവണ്ടി വരുന്ന കണ്ടിട്ട് ബോധം കെട്ട് വീണു. ശരിക്കും തിയേറ്ററിലേക്ക് വരാൻ വിചാരിച്ചു, നേരെ നമ്മൾ ഇടിക്കാൻ വരാൻ പേടിച്ചു. അങ്ങനെ അല്ല, എന്ത് നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അല്ലേ പണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അയലോക്കത്തെ ചേട്ടനുണ്ട് വിദ്യാരഥൻ, ആള് കോഴിക്കോട് പോലീസിൽ അവിടെ ആയിരുന്നു. പോലീസിൽ അവിടെ SI ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ആള് കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ദൂരെ ഒരു കൂട് കൂട്ടാന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമ അവിടെ ഇരുന്ന് ഷൂട്ടിങ്. അപ്പോൾ ലാസ്റ്റ് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗം ഉണ്ടല്ലോ, അതിൽ ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു ഒറിജിനൽ പോലീസുകാരായിരുന്നു. അതിൽ ഒരാൾ വിദ്യാധരനായിരുന്നു. വിദ്യാധരനുണ്ട്, വിദ്യാധരനുണ്ട്, അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ടവല് പോക്കറ്റിൽ വെച്ചിട്ട് പോലീസുകാരനായിട്ട് ഇതുണ്ട്. പക്ഷെ അപ്പോൾ ആളുടെ അച്ഛൻ രാമകൃഷ്ണേട്ടൻ ഈ സിനിമ രാഗത്തിലാണ് വന്നത്. ആളെ കാണാൻ വേണ്ടിയിട്ട് കുറേ വട്ടം ആ സിനിമ പോയി കണ്ടു. ഒരു മിന്നായം പോലെ കടന്നു പോലും പെട്ടെന്നേ. അല്ലാന്നേ അങ്ങനെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെ നമുക്ക് അങ്ങനെ അച്ഛന്മാരെയും ഇവരൊക്കെ മക്കളങ്ങനെ ഇങ്ങനെ ഇതിൽ കാണാൻ പറ്റും എന്നുള്ള പറഞ്ഞാൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ ഒരു സീനിൽ വിദ്യാരായിട്ട് അഭിനയിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മളും പോയി ഫുക്രി എന്ന് പറഞ്ഞ സിനിമയിൽ ലാൽ എന്ന് പറഞ്ഞ ആജാന ബാഹു നടനെ അറസ്റ്റ് ചെയ്യാൻ ലാലും നമ്മുടെ ഇവനും കൂടി ഇടി കൂടുമ്പോഴേ എന്താ പറയുക ജയസൂരും കൂടി കടലെത്തിയിട്ട് ഇടി കൂടുമ്പോൾ ഞാൻ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ പോയില്ല അന്ന്, ജൂനിയർ ആർട്ടിസ്റ്റ്. എന്നിട്ട് അറസ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് പറയും, വെറുതെ പോണ്ട. ഡയലോഗുകൾ അടിപൊളി ക്യാരക്ടേഴ്സ് റോളാണ് പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ പറയും അല്ല, എന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഭാഗത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ സിനിമ വന്നപ്പോൾ അതിലില്ല ആ ഭാഗം. എൻ്റെ ഒരു കയ്യ എന്നിട്ട് ഒരു ഭാഗം മുഖണ്ട് ചേട്ടൻ തല പരമാവധി ക്യാമറയിലേക്ക് ഇങ്ങനെ കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്. സീൻ നോക്കുമ്പോ കാണാം. അല്ല, ഇതൊക്കെ പറയാൻ കാരണം ഈ ചക്കൂരും ഇതായിട്ടൊക്കെ എന്നിട്ട് ബന്ധം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എനിക്കറിയില്ല. അല്ല, നമ്മൾ ഇത്രയും ചക്കൂരിന്റെ കാര്യം പറഞ്ഞത് അത് ഈ വീഡിയോ കാണുമ്പോ ഓർമ്മ വരും. എവിടെന്നോ തുടങ്ങിയ പറഞ്ഞു എന്തോ പറഞ്ഞു. ഇത്ര മതി. സിനിമ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കളയാം. തോട്, ഈ തോടില്ലേ ഭയങ്കര അപകടകാരിയാണ്. ഇത് തൊണ്ടയിൽ പോയി കഴിഞ്ഞില്ലേ, തൊണ്ടയിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. മണിയുടെ പാട്ട് അന്ന് നമുക്ക് ആ പാട്ട് പറഞ്ഞു തന്നില്ല. ഓർമ്മ ഒന്നുമില്ല പാട്ട് അല്ലേ? ഓർമ്മ ഒന്നുമില്ല. അയ്യോ അയ്യോ വീണ്ടും മറന്നു. അയ്യോ താനേ മറയുന്ന സൂര്യൻ, അങ്ങനത്തെ അതല്ലേ ചേട്ടാ? അതന്നെ അത് പിന്നെ ആ സമയത്ത് എപ്പോഴും അത് വെക്കായിരുന്നു. ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കേണ്ടി വരുമോ? അത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയൂല ചേട്ടാ. അപ്പം ഇതിലേക്ക് അത് പ്രേക്ഷകർക്ക് അറിയാം, നമ്മൾ പരീക്ഷണം നടത്തണതേ തന്നെ ക്യാമറയുടെ മുന്നിലാണെന്ന്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കഷ്ണം ഇഞ്ചി വേണ്ട അല്ലേ, എൻ്റെ പകുതി പോരെ. ഇഞ്ചി കൂടി ഇട്ടിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടാ. ബാക്കി സാധനങ്ങളൊക്കെ അരച്ചതിന് ശേഷം ചേർക്കാം. അറിയോ നോക്കട്ടെ, വെള്ളം ചേർക്കാനും പറ്റില്ല. ഇത് അതുകൂടി കട്ട ഇതാവുന്നുണ്ട്. എല്ലാവരും അപ്പുറത്തും പുറത്തൊക്കെ നോക്കണേ, വീട്ടുകൾക്ക് വട്ടാണോ എന്ന് വിചാരിക്കും. മുറ്റത്ത് നട്ടപ്പാതിരയ്ക്കും മുറ്റത്ത് വന്നിരുന്നിട്ട് ഭയങ്കര ഫൈൻ ഇതായിട്ടില്ല, പൊടി പോലെ ഇങ്ങനെ മതിയില്ലേ? ഇങ്ങനെ ടേസ്റ്റ് തോന്നുന്നു. അങ്ങനെ ചക്കൂര് പൊടിച്ച ചക്കൂര് ഇരിക്കുന്നു. ഇത് ശരിക്കും മറ്റേ സാധനം പോലെ ഏത് സാധനം പോലെ? എന്തൊരു പറയുന്നേ? നാളികേരം നല്ല ഇതില് നല്ല മണം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ വന്നപ്പോഴേ ചക്കൂരിന്റെ മണം അങ്ങോട്ട് വിട്ടുപോയി. നല്ല രസം ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഇറച്ചി വെക്കുന്ന മണം വരുന്നില്ല. ബീഫ് വെക്കണേ, ബീഫിന്റെ മണം വരുന്നു. ചുറ്റുവട്ടത്തൊന്നും ഒരു വെളിച്ചില്ലല്ലോ ഭഗവാന്. വലിയേട്ടന് അല്ല ചേട്ടനൊക്കെ കെടുന്നു തോന്നുന്നുണ്ട്. അല്ല ചേട്ടൻ അവിടെ ഒന്നും വിളിച്ചില്ല കേട്ടാ. വെളിച്ചെണ്ണ നാളെ നേരത്തെ പണിയുണ്ട്, അപ്പൊ വേഗം കിടുന്നുണ്ടാവും. ഇതിലേക്ക് കുറച്ച് സബോള പൊടിയായിട്ട് ഒരു സബോള അരിഞ്ഞതാട്ടത് നോക്കിയിട്ട് ചേർക്കാം.
വേപ്പില പൊടി ഇങ്ങനെ നുറുക്കിയിടല്ലേ. ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് വന്നാലോ? നല്ലത് ശരിട്ടാ. നീ അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടോ. വേപ്പില വേണ്ടി ഉണ്ടല്ലോ, ഇടാലോ. സാധനം അടിപൊളിയായിട്ടാ. ഇത് പിച്ച് നുറുക്കിയിട്ടു കേട്ടാ. പിന്നെ ഒരു 2 പച്ചമുളക് അങ്ങനെ അരിഞ്ഞു വെച്ചതുണ്ട്, അതിട്ടു. ഇനി ഇതിലേക്ക് ഇടുന്നത് ഉപ്പ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇത്ര ഐറ്റംസാണ് വേണ്ട കേട്ടാ. ചക്കച്ചോള എടുത്തു. ചക്കച്ചോള ഉണ്ടാവോ ഇനിയിപ്പോ? ചക്ക വരട്ടാൻ വേണ്ടിയിട്ടേ എടുത്തു വെച്ച ചക്കയായിരുന്നു അത്. അവിടെ നിന്ന് ചുള പറിച്ച് കൊണ്ടുവന്നില്ലേ, ഇത് ബൗളിലേക്ക് മാറ്റാണ് കേട്ടാ. എന്ത് ഇതാ, ഇതിൽ കുറച്ച് ചിക്കൻ പിച്ച് നുറുക്കിയും കൂടി ഇടാല്ലേ ചേട്ടാ. എന്നിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് അരിപ്പൊടി കുറച്ചിട്ടാ മതി. ചാർലി വന്നിട്ടില്ലേ? ഇതിൽ ഒട്ടും വെള്ളം നനവില്ല കേട്ടാ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു വെള്ളം നനവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടു പോരും. വെള്ളം നനവ് വേണ്ടേ? വെള്ളം നനവ് വേണം. വെള്ളം നനവ് ഒഴിക്കണ്ടേ? വേണം, ഒഴിക്കണം. ഞാൻ ഒഴിച്ചോളാം. ഇതിപ്പം പൂട്ടിന്റെ ഇതുപോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതുകൊണ്ട് പൂട്ടാക്കാം നമുക്ക്. പുട്ടായാലും പൂട്ടായാലും ഒക്കെ കണക്കാണ്. ആവിയിൽ വേവിക്കുന്ന കണക്കല്ല. പൂട്ട് വേറെ പുട്ട് വേറെ. ലോക്കാണ് തന്നെ. ആ പേരിൽ വേറൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഉപ്പ് നോക്കട്ടെ. അടിപൊളിയില്ലേ? ഉപ്പുണ്ട്, ഉപ്പ് എരിവൊക്കെ ഉണ്ട്. നീ തിരി വെള്ളം നനയ്ക്കുന്നു. തീ കത്തിച്ചു കേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ? എന്തോരം വെളിച്ചെണ്ണ ഒഴിക്കണം? നരപ്പില് ഒഴിച്ചാൽ മതി. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ കട്ട്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഇത് കനത്തില് വെക്കണോ അതോ കനം കുറവിലാക്കണോ? ഇതുപോലെ മതിയാ? ചാർലീനെ കണ്ടിട്ട് നമ്മുടെ ഇമ്രാൻ കുറയ്ക്കണ ഇമ്രാൻ സൂപ്പറായിട്ട് കുറയ്ക്കൂട്ടാ. നമ്മുടെ ഭയങ്കര കുറയാള് ഇടട്ടെ, വെക്കട്ടെ. തീ കുറയ്ക്കേട്ടാ. തീ കുറച്ചുണ്ട്. നല്ല ഭാവിയുണ്ട്. എന്തുട്ടില് ചക്കക്കുരുവാടി ഉണ്ടാക്കണല്ല ഭാവി. ഇനി എന്ത് ഭാവിയില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തുടങ്ങി. ഇനിയാണ് ഭാവി. അതെങ്ങനെയാ കാലക്കാൻ? അയ്യോ, ഈ സാധനം കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതിന് വേണ്ടത് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയാൽ മതിയില്ല ചേട്ടാ. ഈ നേരത്ത് തിന്നില്ല. നാളെ നമുക്ക് എന്നിട്ട് 4 മണിക്ക് ഉണ്ടാക്കാം. ബാക്കി ഫ്രിഡ്ജിൽ എടുത്തേക്കാം. 3, 6, 7 എണ്ണം. അപ്പൊ അതെങ്ങനെയായിരിക്കും? നിനക്കെത്ര, എനിക്കെത്ര? 2 എണ്ണം നിനക്ക്, 2 എണ്ണം എനിക്ക്, 3 എണ്ണം അച്ഛന്. അതാണ് 7 എണ്ണം. എങ്ങനെയാലും 1 എണ്ണം കൂടുതൽ അച്ഛന് വേണം. മീൻ വറക്കുമ്പോഴായാലൊക്കെ അങ്ങനെ തന്നെയാ. അത് വലിയ ആളുകൾക്ക് കുടുംബത്തിലത്തെ കാരണന്മാർക്ക് കൂടുതൽ വെക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ വീട്ടില് വലിയ മൂത്ത ആളുകൾക്ക് വലിയ പിഞ്ഞാണങ്ങളാ കൂട്ടാന്. ചോറിന് വലിയ കിണ്ണം. എല്ലാ വീട്ടിലുണ്ടോ വലിയ കിണ്ണം, വലിയ പിഞ്ഞാണം? ഭക്ഷണം കഴിക്കണേന് കണക്ക് പറയണതല്ല കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. മീൻ വറക്കുമ്പോൾ എപ്പോഴും ചേട്ടാ ഒറ്റ സംഖ്യയായിട്ടേ വറക്കുള്ളൂ. എത്ര മീനുണ്ടെങ്കിലും ഇപ്പോൾ 10 മീനുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ 5 എണ്ണം ഉച്ചയ്ക്ക് വറക്കും, 5 എണ്ണം വൈകുന്നേരത്തേക്ക് എടുത്തേക്കും. 3 എണ്ണം ചേട്ടന്, 2 എണ്ണം എനിക്ക്. അങ്ങനെ. അപ്പോൾ ഒരെണ്ണം എപ്പോഴും കൂടുതൽ. ഞാനിത് ആദ്യം ശ്രദ്ധിക്കാറില്ല ചേട്ടാ. പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ പിന്നത്തെ വട്ടം ചേട്ടൻ
ചേട്ടനാണല്ലോ വറക്കണ ആൾ, മീൻ വറക്കാൻ ചേട്ടനായിരിക്കും. കാരണം മീൻ കൂട്ടാൻ വെച്ച് വറക്കാനൊക്കെ ആക്കി വെച്ചേക്കണ ദിവസം ചേട്ടന് വിശപ്പ് കൂടും. അപ്പോൾ നേരത്തോടെ ചോറിനാൻ വരും. അപ്പോൾ ആളെന്നെ എടുത്തിട്ട് വറക്കും. അല്ല മീനോട് സരിതിക്ക് മൊത്തത്തിൽ താല്പര്യമില്ല. അപ്പോൾ കൊഴുവ എനിക്ക് നല്ല ഇഷ്ടമാണ്. മറ്റേ നത്തോലി എന്ന് പറയണതില്ലേ, അത് മാന്തള് അങ്ങനത്തെയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. മറ്റേ മീൻ വറുത്ത ഫുള്ള് ചേട്ടൻ തന്നെ കഴിക്കും, ഞാൻ വശത്തി നോക്കാറില്ല. അപ്പോൾ ഒരു ദിവസം കൊഴുവ. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, എനിക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചേട്ടൻ്റെ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വന്നത്. അപ്പം അതിൽ 9 എണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എണ്ണിയൊന്നുമില്ല. ഞാനതിൽ ഈ മീനുകൾ നമ്മളങ്ങനെ എണ്ണില്ലല്ലോ, ചെറിയ മീനുകളല്ല. ഞാനതൊരു ചോറിനായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, നീ അന്ന് പറഞ്ഞല്ലോ ഞാൻ ഒറ്റ സംഖ്യ ഇട്ടാണ് വറക്കണം, അത് കാരണം ഞാൻ ഇന്ന് ഇരട്ട സംഖ്യ വറുത്തു, 20 എണ്ണം വറുത്തു, 10 എണ്ണം നിനക്ക് 10 എണ്ണം എനിക്ക്. എന്നിട്ട് ഞാൻ 10 എണ്ണം എണ്ണി എടുത്ത് കേട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അത് കാരണം ഞാൻ ഒരെണ്ണം കൂടി അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ 11 എണ്ണം ചേട്ടന്, 9 എണ്ണം എനിക്ക്. അങ്ങനെ അതിനും ഭേദം ഒറ്റ സംഖ്യ. അപ്പോൾ ഒരെണ്ണം എന്നെക്കാളും കൂടുതലുണ്ടാവുള്ളൂ. അങ്ങനെയാന്ന് പറയാ. ഭയങ്കര ഒരു സമാധാനമൊക്കെയാണ് ചേട്ടന്. ഇപ്പം കണ്ട 7 എണ്ണത്തിൽ നിർത്തി. എനിക്ക് താല്പര്യമില്ല. ചക്കക്കുരായ കാരണം ചേട്ടന് ചിലപ്പോൾ ഒരെണ്ണം അങ്ങനെ തിന്നാ ഭാഗ്യം. ആദ്യം ഇട്ടത് നിറച്ചിടായിരുന്നില്ല, നല്ല മണം വരുന്നുണ്ട് കേട്ടാ. അടിയെ പിടിച്ചിട്ടൊന്നുമില്ല. ഈ സാധനം അറിയില്ല കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ ഇതിലൊരു ഉരുളക്കിഴങ്ങും കൂടി പൊടിച്ച് ചേർത്തെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി ടേസ്റ്റ് കൂടി തന്നെയാണ്. അറിയില്ല കേട്ടാ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇത് മറ്റേ മനോരമ ഓൺലൈൻ മനോരമേര മാതൃഭൂമിരിയ ഓൺലൈനിൽ ഇതിലല്ലേ കണ്ടേ. ചക്കക്കുരുവിന്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചക്കക്കുരുവിന്റെ സീസണാണ്, ചക്കക്കുരുവിന്റെ സീസണാണ്. ചക്കക്കുരു ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. ചക്കക്കുരു ആണെങ്കിൽ അത്രയ്ക്കധികം ഒന്നും അടി പിടിച്ചിട്ടില്ല. ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അല്ലാണ്ട് കിടന്ന് ഉറങ്ങിണ്ടാവും. നാളെ അത് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം, ചൂടോടുകൂടി കൊണ്ടു കൊടുക്കാം. സാധനം സെറ്റ്. ടേസ്റ്റ് ഉണ്ടോ? ഇപ്പൊ പാട്ടൊന്നുമില്ല. പാട്ട് പഠിക്കാം. നോ, കുറച്ച് നേരത്തെ പാട്ട് കേട്ടോടുന്നു അവിടെ നിന്ന് കൂർക്കന്മാര്. എന്തായിരുന്നു അറിയോ, ആ ബാക്കിലത്തെ മേച്ചേരി പറമ്പിൽ നിറച്ച്, നമ്മുടെ കുടിലിന്റെ അപ്പുറത്തെ ബാക്കിലത്തെ പറമ്പില്ലേ, വീണ്ടും നിറഞ്ഞുണ്ട് ആ പറമ്പിൽ കുറുക്കന്മാര്. ഓരോടനാറ്റകളൊക്കെ പോയതായിരുന്നു. എന്തൊരു ബഹളാന്നറിയോ, ശരിക്കും മനുഷ്യന്മാര് നിലവിളിക്കണ പോലെ. മരിച്ചോടത്തുനിന്നൊക്കെ നിലവിളി കേൾക്കില്ലേ, അതുപോലത്തെ ശബ്ദം. നമുക്ക് പെട്ടെന്ന് ഇപ്പുള്ള ആളുകൾക്ക് അറിയില്ലേ മരിച്ചോടത്തുനിന്നുള്ള നിലവിളി. പണ്ട് ഉണ്ടായിരുന്നു നിലവിളി. പണ്ട് നമ്മൾ പോയി മരിച്ചോടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 110 വയസ്സായിട്ടുള്ള ആള് മരിക്കുകയാണെങ്കിലും നിലവിളി ഭയങ്കര കരച്ചില് ഉണ്ടാവും. ഭയങ്കര കരച്ചിലായിരിക്കും. അത് ഓരോരുത്തർ ഓരോ ബന്ധുക്കള് ഓരോരുത്തർ വരുമ്പോ കരച്ചില് കൂടും. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് ഓഫ് ചെയ്യട്ടെ, തീ ഓഫ് ചെയ്യട്ടെ. ഇല്ല, ഈ സൈഡിൽ നിന്ന് ആവാണ്ട് ഒരു 3 എണ്ണം അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ടിഷ്യൂ പേപ്പറിലേക്കാണ്ട് വയ്ക്കായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം നേരത്തെ ഇനിയിപ്പോൾ വയ്ക്കാൻ നേരില്ല. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോലെ പോകും. തീ ഓഫ് ചെയ്തോ, തീ ഓഫ് ചെയ്തിട്ടാ. ഇതെങ്ങനെയുണ്ടെന്ന് അറിയില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ചൂടാറാൻ വെയിറ്റ്. ചെറിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയേട്ടൻ ഞങ്ങൾ ചക്കയും കൊണ്ട് ചെല്ലണതിൻ്റെ തൊട്ട് മുന്നേ പുറത്ത് പോയി എന്ന് പറഞ്ഞു. ചെറിയച്ചിക്ക് പിന്നെ ചക്ക വേണ്ടാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. സഞ്ജു പിന്നെ നാളെ രാത്രി മറ്റന്നാൾ പുലർച്ചെ പോവും, തിരിച്ചു പോവും, UK തിരിച്ചു പോവും. മാളൂന് പിന്നെ ക്യാമറ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് മാളൂനൊന്നും കാണിക്കാത്ത കേട്ടാ. അങ്ങനെ പിന്നെന്തിട്ടാ ഇനി ചക്കകൾ ദേ അവിടെ ഇരിക്കണണ്ട, അത് 2 ദിവസത്തിനുള്ളിൽ പഴുക്കും. ഞായറാഴ്ച ഇനി ഒരു ചക്ക വരട്ടൽ മാമാങ്കമായിരിക്കും അല്ലേ ചേട്ടൻ പറഞ്ഞ പോലെ. ചക്ക വരട്ടൽ മഹാമഹം. അല്ല ചേട്ടന് പണിയില്ലെങ്കിൽ ചിലപ്പോൾ അല്ല ചേട്ടന് പണി ഇവിടെ ഉണ്ടാവും. നെല്ല് കയറ്റാനുള്ള പണി ഉണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്യാൻ പറ്റില്ല. ഇന്നലെ മൊത്തം ഇന്ന് അല്ല ചേട്ടൻ മൊത്തം ഫ്രീ ആയിരുന്നു. ഇത്ര പണി ഉണ്ടായിരുന്നില്ല. പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. നേരം കളയാനില്ല ഞങ്ങൾക്ക്. ചരിതത്തുന്നോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? കഴിച്ചോ? രസമുണ്ടോ?
രസമുണ്ട്. ചക്കൂര എന്നുള്ളത് ആരും പറയില്ല, അതെ. നമ്മൾ എഴുതിയിരിക്കാം. ചക്കക്കുരുവിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കൊണ്ടായിരിക്കും കേട്ടാ. നല്ല മണല്ലേ, മീനിൻ്റെ ഒക്കെ ഒരു മണം തോന്നില്ലേ? ഇങ്ങനെ ആക്കിയാൽ മതി. നല്ല മൊരുപ്പുണ്ട്. അത് അരിപ്പൊടി ചേർത്താറ്റം. കരിയേ ഒന്നും കരിഞ്ഞിട്ടില്ല. ചൂടറിയാതാ നിന്റെ വായക്കീര കുഴപ്പ. എന്നിട്ട് പറ. ഇതിന് കയ്പാ. ഉപ്പ് ഒരു തരി കൂടുതലാണോ അല്ലേ? ഒരു തരി ലേശം മുന്നേക്ക് നിൽക്കുന്നുണ്ട് ഉപ്പ്. ഇത്ര ഉപ്പ് വേണ്ടായിരുന്നു. എന്റെ ചെരുപ്പങ്ങാനും കടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പല്ലടിച്ച് കുഴിക്കും ഞാൻ. വേഗം ഇട്ടു ചെരുപ്പോടെ. ചേട്ടന്റെ ചെരുപ്പ് പൊട്ടിച്ചു. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ കാലത്ത് ഈ ബെഞ്ചിമേ ചായ കുടിക്കാൻ കാലത്ത് വന്നിരിക്കുകയും കാലത്ത് മിന്നിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ വരെ നടന്ന് ചേട്ടൻ ചെരുപ്പ് ഊരിട്ടിട്ട് ഇങ്ങനെ കാല് മറ്റേമ്മ കയറ്റി വെച്ചിട്ട് ചായ ഇങ്ങനെ കുടിച്ച് നോക്കിയപ്പോൾ ചെരുപ്പ് വാറ് പൊട്ടി കിടക്കണം. ആ സെക്കൻഡ് കൊണ്ട് വാറ് മുറിക്കല് കഴിഞ്ഞവൻ. അപ്പം നല്ല രസമാണ് കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ? നിറഞ്ഞോ. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. സമയം കുറേ ഞങ്ങൾ ഇവിടെ ഒതുക്കി കിടന്നുറങ്ങുമ്പോൾ രാത്രി 12 മണി. ഇല്ലില്ല, അത്രയ്ക്ക് സമയം ഒന്നും ആവില്ല. ഇപ്പം സമയം എത്ര മണി? 9:30 ഇങ്ങോട്ടല്ലായിട്ടുള്ളൂ. നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.